വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? കർത്താവിന്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ സുവിശേഷ സ്നേഹികളായ ബഹുമാന്യ ശ്രോതാക്കളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവപുത്രൻ തന്റെ നിത്യസ്നേഹത്തിൽ സൂക്ഷിച്ച് ദൈവകൃപയിൽ പരിപാലിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് അറിയിക്കാനായിട്ട് പരിശുദ്ധാത്മ നൽകിയ ഒരു ദൂതുണ്ട്. അതിനാധാരമായി വായിച്ചുകേട്ടത് എബ്രായ ലേഖനത്തിൽ നിന്നുമാണ്. 11-ാം അധ്യായം 6-ാമത് വാക്യം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? സ്തോത്രം. പരിശുദ്ധാത്മ നൽകിയ വിശുദ്ധ തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്താൽ വിധിയെ മാറ്റി എഴുതാം. ഇതാണ് ഈ പ്രഭാതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്. സ്തോത്രം. പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ മുന്നിൽ മുന്നേറാനാവാതെ പതറി നിൽക്കുന്നവർ, ആശയറ്റ് വീണ് കിടക്കുന്നവർ, വിധിയാണ് സഹിക്കുകയല്ലാതെ മറ്റു വഴിയില്ല, തലയിലെഴുത്ത് തൂത്താൽ പോവില്ലല്ലോ, അനുഭവിച്ചു തന്നെ തീർക്കണമെന്നിങ്ങനെ നിരാശയോടെ നാളുകൾ തള്ളി നിൽക്കുന്ന ജനലക്ഷങ്ങൾ നിസ്സഹായതയുടെ നിറരൂപമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുമ്പോൾ വിശ്വാസത്താൽ വിധിയെ മാറ്റിയെഴുതിയ വിശുദ്ധന്മാർ ആമേൻ ശിരസുയർത്തി നിൽക്കുന്ന കാഴ്ച തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരിൽ ചിലരെ സമയപരിമിതിക്കുള്ളിൽ നമുക്കൊന്ന് നോക്കാം. സത്യവേദ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തൊരു സഹോദരി, രക്തസ്രവക്കാരി സ്ത്രീ എന്നാണ് നമ്മൾ പറയുക. അവൾ തന്റെ വിധി മാറ്റിയെഴുതാൻ തീരുമാനിച്ചു. അതിനായി അവളെ പ്രാപ്തയാക്കിയതെന്താണ്? ദൈവപുത്രനായ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. തന്റെ ശരീരത്തിൽ നിന്നും ജീവരക്തം ഒഴുകിപ്പോകാൻ തുടങ്ങിയിട്ട് വർഷം 12 ആയിരിക്കുന്നു. ഒരു ദിവസം ബ്ലീഡിംഗ് ഉണ്ടായാൽ മതി, രോഗദൃഢഗാത്രനായ മനുഷ്യരും ക്ഷീണിതനായി മാറും. ഈ സഹോദരി വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു. ഇപ്രകാരം മാരകരോഗത്തിന്റെ ദുരിതമനുഭവിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കുഞ്ഞെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്റെ വിധിയെ മാറ്റി എഴുതാൻ കഴിയും. യെസ്, എക്സ്റേ, ECG, CT സ്കാൻ, ഓൾ ബോഡി സ്കാനിംഗ്, രക്തം, കഫം, മലം, മൂത്രം, പരിശോധനകൾ. തിരുവചനം പറയുന്നു ലൂക്കോസ് 8:43, എല്ലാ മുതലും വൈദ്യന് കൊടുത്തു, ഇനിയൊന്നും ബാക്കിയില്ലെന്ന്. ഏറ്റവും പരവശയായ സ്ത്രീ 12 വർഷമായി ബാധ അവളുടെ ജീവരക്തം ഊറ്റിയെടുക്കുകയാണ്. രോഗമല്ല, രോഗബാധ. അവളുടെ പാരവശ്യം വിവരണാതീതമാണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. കുടുംബത്തിൽ ഒറ്റപ്പെട്ടു. ഭർത്താവിനും അടുത്തിരിക്കുന്നു. മക്കൾക്ക് അമ്മയാണെന്ന് പറയാൻ മനസ്സു വരുന്നില്ല. സഭയിൽ വരുവാൻ അനുവാദമില്ല. അവസാനത്തെ ചില്ലിക്കാശും വൈദ്യന്മാർ കൊണ്ടുപോയി. താങ്ങാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറയാൻ, ഭക്ഷണം തരാൻ, വസ്ത്രമലക്കി തരാൻ ആരുമില്ല. ഇത് പ്രിയപ്പെട്ടവരെ നിന്റെ അനുഭവമാണെങ്കിൽ, ഈ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ജീവിതമേ, നിന്റെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് നിന്നെ സഹായിക്കാൻ, നിന്നോട് കരുണ ചെയ്യാൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്താൽ നിന്റെ വിധിയെ ഈ പുലരിയിൽ തന്നെ മാറ്റി എഴുതാൻ കഴിയും. മരണത്തിന്റെ തലോടൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ വിടുവിക്കുന്ന യേശുവിനെക്കുറിച്ച് കേട്ടു. അവൾ തന്റെ വിധി മാറ്റിയെഴുതാൻ തീരുമാനിച്ചു. പ്രതിസന്ധികളിൽ വലയുന്ന ജീവിതമേ, ഇപ്പോൾ ഈ പുലരിയിൽ നീ യേശുവിനെക്കുറിച്ച് കേൾക്കുകയാണ്. വിശ്വാസത്താൽ മക്കളെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിനക്ക് നിന്റെ വിധിയെ മാറ്റിയെഴുതാം. ആമേൻ. അവൾ പുറപ്പെട്ടു. ആമേൻ. തീരുമാനിച്ചെങ്കിൽ കർത്താവിന്റെ അരികിലെത്താൻ ചുവട് വയ്ക്കണം കേട്ടോ. തീരുമാനിച്ചിട്ട് നാളുകൾ പലതായി. തീരുമാനിച്ചെടുത്ത് തന്നെ ഇന്നും നിൽക്കുകയാണ്. കർമ്മമാർഗത്തിന്റെ ചങ്ങലക്കെട്ടുകൾ കൂച്ചുവിലങ്ങിട്ട് തളച്ചിരിക്കുകയാണ്. യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ചുവടുവെച്ചാൽ പള്ളി വിലക്കുമോ? മരിച്ചാൽ ഇവിടെ അടക്കും? മക്കളുടെ വിവാഹം നടക്കുമോ? ചോദ്യങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുത്തിട്ട് ഒരു ചുവട് പോലും മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. കുഞ്ഞേ, വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് നീ ചുവടുവെച്ചാൽ നിന്റെ ചോദ്യങ്ങൾക്കും മറുപടിയുമായി കർത്താവ് നിന്റെ ഒപ്പമെത്തും. ആമേൻ. അനുസരണത്തിന്റെ ചുവടുകൾ വെച്ചാൽ മാത്രമേ മക്കളെ നിന്റെ വിധിയെ നിനക്ക് മാറ്റി എഴുതാൻ കഴിയൂ. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. അവൾ മനസ്സിൽ പറഞ്ഞത് അതാണ്. വിശ്വസിക്കുന്നത് പറയണം കേട്ടോ. എന്റെ അവസ്ഥ മാറും, കർത്താവിന്റെ ഭാവി ശോഭനമാക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ പറയണം. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം എന്നെ വിട്ടുകൊടുക്കുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹ പൂർത്തി പ്രാപിക്കും. വിശ്വസിക്കുന്നത് പറമക്കളെ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് വായ് കൊണ്ട് ഏറ്റുപറയുക. അതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ പരസ്യപ്രഖ്യാപനം. ആമേൻ. ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് എന്റെ ബാധ്യതകൾ കർത്താവ് തീർത്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല. ഈ അടുത്ത നാളുകളിൽ എന്റെ കുടുംബത്തിൽ ആനന്ദഘോഷം ഉയരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മകൾ കുടുംബിനിയായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ വായ തുറന്ന് പറ. നന്മ തടയാൻ വെല്ലുവിളിയോടെ നിൽക്കുന്ന ശത്രു കേൾക്കെ, ഇന്ന് പുലരിയിൽ വിശ്വാസത്തിന്റെ പരസ്യപ്രഖ്യാപനം ചെയ്യുവാൻ നീ തയ്യാറാകുമോ? യേശുവിന്റെ നാമത്തിൽ നിന്റെ വിധി മാറ്റിയെഴുതപ്പെടും.
കുഞ്ഞ് വിസ ലഭിക്കുന്നതിനുള്ള തടസ്സം നിമിത്തം ജോലി നഷ്ടമാകുമോ? കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോകുമോ? ഇപ്രകാരമുള്ള മനോഭാരത്തോടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഈ പുലരിയിൽ വിശ്വാസത്തിന്റെ വാക്ക് നീ വിളിച്ചു പറയാമോ? എന്റെ വിസ ലഭിക്കാൻ പോകുന്നു, എന്റെ തടസ്സങ്ങൾ മാറാൻ പോകുന്നു, കർത്താവ് എന്റെ രോഗം സൌഖ്യമാക്കാൻ പോകുന്നു. അവൾ വിശ്വസിച്ചത് പറഞ്ഞു. രക്തസ്രവക്കാരി സ്ത്രീ വിശ്വസിച്ചത് പറഞ്ഞു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ എനിക്ക് സൌഖ്യം വരും. ഒരുപക്ഷെ എനിക്കവനെ തൊടാൻ കഴിഞ്ഞില്ലെങ്കിലും, സ്തോത്രം, തിക്കും തിരക്കുമായിരിക്കും, ജനബാഹുല്യമായിരിക്കും, എനിക്കവനെ തൊടാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഞാൻ തൊടും. യഹൂദന്മാരുടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്തെന്നറിയാമോ? വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവർ വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനം എഴുതി വെക്കും. തൊങ്ങലിലാണ് വചനം എഴുതി വെക്കുന്നത്. മക്കളെ, തൊടുന്നെങ്കിൽ വചനത്തിൽ തൊടണം. സ്തോത്രം. ഈ സ്ത്രീയുടെ മുൻപിൽ കർത്താവിന്റെ അരികിലെത്താനുള്ള തടസ്സങ്ങൾ പലതാണ്. ഒന്ന്, ബഹുപുരുഷാരം തടസ്സമാണ്. രക്തസ്രാവമുള്ളവൾ ആ ജനക്കൂട്ടത്തിൽ ചെല്ലാൻ പാടില്ല. അത് ഈ ജനങ്ങൾക്കറിയില്ല, ഇവൾ രക്തസ്രാവക്കാരിയാണെന്നുള്ളത് അറിയില്ല. പക്ഷെ അവൾ അതിനിടയിലൂടെ കടന്നു പോവുകയാണ്. പുരുഷാരം അവൾക്ക് തടസ്സമാണ്. 2, നിയമം തടസ്സമാണ്. 3, സാഹചര്യം തടസ്സമാണ്. 4, അനാരോഗ്യം തടസ്സമാണ്. കുഞ്ഞെ, എല്ലാം തടസ്സമാണെങ്കിലും നിനക്ക് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ വഴിമാറും. നെഞ്ചുവിരിച്ച് നേരെ അങ്ങോട്ട് ചെന്നാൽ തൊങ്ങലെ തൊടാൻ പറ്റുമോ? ഇല്ല കേട്ടോ. തൊങ്ങലിൽ തൊടണമെങ്കിൽ മുഴങ്കാലിൽ വരണം. ആരാണ് ഈ പ്രഭാതത്തിൽ മുട്ടയിലിരുന്ന് ദൈവസന്ധി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത്? നിന്റെ വിധി മാറ്റി എഴുതപ്പെടാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. മുമ്പന്മാരായ വിശ്വാസികളുടെ കാലുകൾ അവളെ തട്ടിയകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര ചവിട്ടേറ്റാലും നിന്നയേറ്റാലും സാരമില്ല, എനിക്ക് എന്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊടണം. അവൾ യേശുവിനെ തൊട്ടു, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ക്ഷണത്തിൽ അവരിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അവളുടെ രക്തസ്രവം നിന്നു. കുഞ്ഞേ, നിന്റെ രോഗത്തിന്റെ പഴക്കം എന്റെ കർത്താവിന്റെ പ്രശ്നമല്ല. 12 വർഷമായി ഇവൾ രക്തസ്രവത്താൽ ഭാരപ്പെടുന്നു. നമുക്ക് 18 വർഷം കൂനിയായിരുന്നു സ്ത്രീ, വിടുവിക്കപ്പെട്ടില്ലേ? 38 വർഷം പക്ഷാഘാതം പിടിച്ച് കിടന്നവൻ വിടുവിക്കപ്പെട്ടില്ലേ? പുറവിയിലെ കുരുടൻ, ജന്മനാ മുടന്തൻ, നാറ്റം വെച്ചു 4 ദിവസമായവൻ, എല്ലാവരും യേശുവിന്റെ അടുക്കൽ വന്നവരെല്ലാം സൌഖ്യമായെങ്കിൽ ഇന്ന് പുലരിയിൽ നീ കർത്താവിന്റെ അരികിൽ വന്നാൽ, കർത്താവിനെ വിശ്വാസത്താൽ തൊട്ടാൽ, അവൻ നിന്നെ തൊട്ടാലും ഇന്ന് പുലരിയിൽ സൌഖ്യമുറപ്പാണ് കേട്ടോ. തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടത് യേശു പറഞ്ഞു. സൌഖ്യമായത് സ്ത്രീയും തന്റെ ശരീരത്തിലറിഞ്ഞു. കൂടെ നടന്ന വലിയ പുള്ളികൾ ആരും ഒന്നും അറിഞ്ഞില്ല. സ്തോത്രം. കുഞ്ഞെ, വെറുതെ കേട്ടിരിക്കുകയാണോ? ഈ പ്രഭാതത്തിൽ അത്ഭുതം നടക്കുന്ന നീ അറിയുന്നുണ്ടോ? സൌഖ്യമുണ്ടാകുന്നുണ്ട് പലയിടങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ. നീ അത് അറിയുന്നുണ്ടോ? നിറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യണം കേട്ടോ. കർത്താവ് ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? കുഞ്ഞെ, നീ വിശ്വാസത്താൽ ഈ പുലരിയിൽ യേശുവിന്റെ വചനത്തിൽ തൊട്ടാൽ, യേശുവിനെ തൊട്ടാൽ അവൻ അറിയും. തന്നെ വിശ്വാസത്തോട് തൊട്ടവളെ കർത്താവ് തിരയുന്നു. അതെ, നീ വിശ്വാസത്താൽ യേശുവിനെ തൊട്ടാൽ എന്റെ കർത്താവ് അതറിയും. തൊട്ടവനെ അറിയും, തൊട്ടവനെ അന്വേഷിക്കും. ഇത്രയും വലിയ ജനക്കൂട്ടത്തിന്റെ തിക്കിത്തിരക്കി നിൽക്കുന്നത് കാണാൻ മേലെ എന്ത് ചോദ്യമാണിത്? ശിഷ്യന്മാരുടെ പുരുഷാരത്തിന്റെ ചോദ്യമാണിത്. പക്ഷേ കർത്താവ് വീണ്ടും പറഞ്ഞു, എന്നെ ഒരാൾ തൊട്ടു. തിക്കിത്തിരക്കി നിൽക്കുന്ന ജനക്കൂട്ടത്തെയല്ല, വിശ്വാസത്തോടുകൂടി തന്നെ തൊടുന്നവരെയാണ് കർത്താവ് തിരയുന്നത്. ഈ പുലരിയിൽ വിശ്വാസത്തോടെ യേശുവിനെ കയറി വട്ടം പിടിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവ് നിന്നെ തിരയുകയാണ്. അവൾ ഭയന്നും കൊണ്ടുവന്നവന്റെ കാൽക്കൽ വീണു. മകളെ, ഭയപ്പെടേണ്ട. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. രോഗം മാറി സ്വസ്ഥമായിരിക്കാനല്ല, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 12 വർഷം ഇവരുടെ ജീവരക്തം ഊറ്റിക്കൊണ്ടിരുന്നത് ഒരു ബാധയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പുലരിയിൽ ദൈവവൈതലേ, നീ ക്രിസ്തു യേശുവിന്റെ പാതാരബിന്ദങ്ങളിൽ മുട്ടുമടക്കിയ വ്യക്തിയാണോ? ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ രക്തത്താൽ ജയം. അവളുടെ വിശ്വാസം, അവളുടെ ദൃഢനിശ്ചയം, അവളുടെ തീരുമാനം വിധിയെ മാറ്റി എഴുതുവാനിടയാക്കി. എന്താ വിശ്വാസം? അതിന്റെ ഡെഫിനിഷൻ എന്താ? ഒത്തിരി പറയാനൊന്നുമില്ല, ഒറ്റ വാക്കിൽ പറയട്ടെ. കുഞ്ഞെ, മഹാദൈവം നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള അറിവാണ് വിശ്വാസം. ഞാൻ അവനെ പിടിച്ചതല്ല, അവൻ എന്നെ പിടിച്ചതാണ്. ഞാൻ അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ എന്നെ തെരഞ്ഞെടുത്തതാണ്. ഞാൻ അവനെ സ്നേഹിച്ചതല്ല, അവൻ എന്നെ സ്നേഹിച്ചതാണ്. ഞാൻ അവനെ തേടിപ്പോയതല്ല, മഹാദൈവം എന്നെ തേടി വന്നതാണ്. ഏതെങ്കിലും മുഴങ്ങിയത് ദൈവമേ നീ എവിടെയെന്നല്ല, ആദാമേ നീ എവിടെ? ഓ സ്തോത്രം. ഇന്ന് പുലരിയിൽ അവൻ നിന്നെ തേടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, എന്റെ കർത്താവ് നിന്നെ തേടി നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ സ്തോത്രം. ശാപഗ്രസ്തമായ യെരിഹോ പട്ടണത്തിലേക്കൊന്ന് നോക്ക്. ദൈവപുത്രനായി ക്രിസ്തുയേശു കടന്നു വരുന്നു. ശാപം മാറ്റാൻ കഴിവുള്ളവൻ കടന്നു വരുന്നു. ബഹുപുരുഷാരമൊപ്പമുണ്ട്. ഇവിടെ വഴിയരികിൽ ബർത്തിമായി എന്നൊരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികിൽ ഇരുന്നിരുന്നു. ഭിക്ഷക്കാരൻ, യാചകൻ, കുരുടൻ, തെണ്ടി
പലരും അങ്ങനെയായിരിക്കാം അവനെ വിളിക്കുന്നത്. പുരുഷാരം കടന്നുപോകുന്ന ആരവം ഈ കുരുടൻ കേട്ടു. അവൻ ചോദിച്ചു, ആരാ പോകുന്നത്? യേശു ക്രിസ്തുവിനെ അനുയാത്ര ചെയ്യുന്നവർ പറഞ്ഞു, നസറേനായ യേശു. സ്തോത്രം. കൂടെ നടക്കുന്നെങ്കിലും, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നത് കാണുന്നെങ്കിലും, അപ്പം നുറുക്കുന്നത് തിന്നുന്നെങ്കിലും അവർക്ക് യേശു വെറും നസറായനാണ്, നസറത്തുകാരനാണ്. കുരുടൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ. അനുഗമിച്ചവർക്ക് യേശു വെറും നസറായൻ, നസറത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്നാണ് പഴമൊഴി പോലും. പക്ഷേ ഈ കുരുടൻ ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ സാധാരണക്കാരനല്ല, കേവലം നസറായനല്ല, ദാവീദ് പുത്രനാണ്. എന്താ അവൻ അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ വിശ്വസിക്കാൻ കാരണം? അവൻ കേട്ടിട്ടുണ്ട് യേശു രോഗികൾക്ക് സൗഖ്യം നൽകിയ വാർത്ത താൻ കേട്ടിട്ടുണ്ട്. മഹാത്ഭുതങ്ങൾ ചെയ്യുന്നത്, മരിച്ചവരെ ജീവിപ്പിച്ചത്, ദുർഭൂതങ്ങളെ പുറത്താക്കുന്നത്, രക്തസ്രാവക്കാരെ വിടുവിച്ചത്, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത് അവൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവൻ കേവലം നസറായനല്ല. ഈ പുതിയ ദിവസം തന്റെ അരികിലൂടെ കടന്നുപോകുന്ന യേശു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മശിഹയാണ്. ഇസ്രയേലിന്റെ പ്രതീക്ഷയായി ക്രിസ്തുവാണ്. വിശ്വസിക്കാമോ? മനസ്സിലാക്കുന്നുണ്ടോ? മുന്നടക്കുന്നവരവനെ ശാസിച്ചു. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് മോശമാണ്. മറ്റുള്ളവർ കേട്ടാൽ ആക്ഷേപിക്കില്ലേ? നീ ഇങ്ങനെ കിടന്ന് നിലവിളിച്ച മക്കൾക്ക് നാണക്കേടല്ലേ? വിശ്വാസം പ്രവൃത്തിയിലെത്തിക്കാൻ ശ്രമിക്കുന്നവനെ മുന്നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് മുമ്പേ വന്നതെന്ന് പാരമ്പര്യം പറയുന്നവർ ശാസിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞേ, നീ വിശ്വാസത്തിൽ ചുവടുവെക്കുമ്പോൾ ശാസിക്കാനുള്ളവർ മുന്നോട്ട് വരും. ആമേൻ. നീ ഇപ്പോഴിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ തോമാശ്രീയുടെ കാലത്തേ വന്നവരാണ്. ഇന്ന് വരെ ഞങ്ങളിങ്ങനെ നിലവിളിച്ചിട്ടില്ല, കാർക്കൂവി പ്രാർത്ഥിച്ചിട്ടില്ല. വിമർശിക്കുവാൻ, കുറ്റപ്പെടുത്തുവാൻ പലരും മുന്നോട്ട് വന്നേക്കാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ, ഇപ്പോൾ യേശുക്രിസ്തു നിന്റെ അരികിലൂടെ കടന്നുപോകുന്നു. ഇനി ഒരവസരം ലഭിച്ചെന്ന് വരില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. വിമർശകരെ ഭയന്ന് നീ അനങ്ങാതിരിക്കരുത്. കുരുടൻ മനസ്സിൽ പറഞ്ഞു, ആര് വിമർശിച്ചാലും എനിക്ക് വിടുതൽ വേണം. വിമർശനത്തിന് ചെവി കൊടുത്ത് മിണ്ടാതിരുന്നാൽ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ എന്നും കുരുടനായി കഴിയേണ്ടി വരും. ഇല്ല, ഞാൻ എന്റെ വിധിയെ മാറ്റി എഴുതും. യേശു നിന്നു. VIP അല്ല കേട്ടോ, ഭിക്ഷക്കാരൻ വിളിച്ചാലും യേശു നിൽക്കും. കണ്ണുനീർച്ചാലിന് മറികടക്കാൻ എന്റെ കർത്താവിന് കഴിയില്ല. ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ആമേൻ. യേശു ചോദിക്കുന്നു, യേശു ക്രിസ്തു ചോദിക്കുന്നു. ഇന്ന് പുലരിയിൽ കർത്താവ് കുഞ്ഞെ നിന്നെ പിടിച്ച് ചോദിക്കുന്നു, നിന്നെ തൊട്ടിട്ട് ചോദിക്കുന്നു, നിന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ചോദിക്കുന്നു, നിന്റെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു, മക്കളെ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നിന്റെ ആവശ്യം കർത്താവിനോട് പറയുമോ? കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? നിന്നെ അലട്ടുന്ന പ്രശ്നം എന്താ? നീ അതെന്നോട് പറ, ഞാൻ നിനക്കതിന് പരിഹാരമുണ്ടാക്കി തരാം. ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? പറയണം. മാരക രോഗമാണോ? അവൻ സൗഖ്യദായകനാണ് കേട്ടോ. കടഭാരമാണോ മക്കളെ നിന്നെ വല്ലാതെ അലട്ടുന്നത്? നിന്റെ അരികിൽ വന്നിരിക്കുന്നവൻ പരമസമ്പന്നനാണ് കേട്ടോ. അഭിചാര ബന്ധനമാണോ നിന്നെ വല്ലാതെ പിടിച്ചു മുറുക്കിയിരിക്കുന്നത്? കുഞ്ഞേ, നിന്റെ തൊട്ടരികിൽ നിൽക്കുന്നവൻ എല്ലാ മുഖത്തെയും തകർക്കുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. ഈ പുലരിയിൽ ദൈവപ്രവൃത്തി വ്യക്തിജീവിതങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്മയായി, അനുഗ്രഹമായി, വിടുതലായി ആമേൻ വ്യാപരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഓ സ്തോത്രം. കുഞ്ഞെ, തലമുറയില്ലാത്തതാണോ നിന്റെ നെഞ്ചു പൊള്ളിക്കുന്ന വേദന? മക്കളെ, അവൻ മച്ചിയെ മക്കളുടെ അമ്മയാക്കുന്നവനാണ്. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്ക്. ദൈവപ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. കർത്താവിന്റെ കരുണ നീ കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ ദയ നിന്റെ മടിയിലിരുന്ന് ചിരിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മുറ്റത്ത് ഓടിക്കളിക്കാൻ പോവുകയാണ്. യെസ്, യേശുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനു വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത്? കുഞ്ഞേ, പരിശുദ്ധം പറയുന്നു, ഒരു കുളമ്പു പോലും ശേഷിക്കാതെ നിന്റെ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി രക്ഷിക്കാൻ ആമേൻ നിന്നെ വിളിച്ചിറക്കിയ യേശു ക്രിസ്തു പ്രാപ്തനാണ്. വിശ്വാസത്താൽ വിധിയെ മാറ്റിയെഴുതാം. വിശ്വാസത്താൽ വിധിയെ മാറ്റിയെഴുതിയ മറ്റൊരു വ്യക്തിയെ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 26 വാക്യം. യാക്കോബിനെ നോക്ക്. യാക്കോബ് തന്റെ വിധി മാറ്റിയെഴുതാൻ തീരുമാനിച്ചു. വിധിയെ മാറ്റിയെഴുതുവാൻ കഴിവുള്ള കർത്താവിനെ ആമേൻ. യാക്കോബ് യബ്ബോക്കിന്റെ കടവിൽ വെച്ച് കയറി വട്ടമങ്ങ് പിടിച്ചു. എന്നെ അനുഗ്രഹിച്ചല്ലാതെ എന്ന് പറഞ്ഞാൽ എന്റെ ഈ വിധി മാറ്റി എഴുതിയല്ലാതെ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ആകെ ആശ്രയം അമ്മയായിരുന്നു. ജ്യേഷ്ഠൻ ശത്രുസ്ഥാനത്ത് മാത്രമേ തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പൻ ചതിയനായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ലാബാൻ ഒരു നല്ല വാക്കുപോലും പറഞ്ഞിട്ടില്ല. ദീർഘമായി 20 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ഭാര്യമാരും മക്കളും മൃഗസമ്പത്തും ഉണ്ടായി എന്നല്ലാതെ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനോ അനുഗ്രഹം ഏറ്റുവാങ്ങാനോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പുലരിയിൽ ഈ യബ്ബോക്കിന്റെ കടവിൽ
നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആരെ കർത്താവിനോട് പറയുന്നു? കർത്താവേ, ഈ പുലരിയിൽ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്റെ മിനിസ്ട്രി അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആമേൻ. അടുത്ത പ്രഭാതത്തിൽ ഏശാവിനെ അഭിമുഖീകരിക്കാൻ കഴിയണമെങ്കിൽ ഇന്നു രാത്രി നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ പറ്റില്ല കേട്ടോ. പ്രിയ ദൈവജനമേ, ഇനിയുള്ള കാലം എന്തൊക്കെ പ്രതികൂലം നാം തരണം ചെയ്യേണ്ടി വരും നമുക്കറിയില്ല. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയാൽ പ്രതികൂലങ്ങളെ നിനക്ക് പുഞ്ചിരിയോടെ തരണം ചെയ്യാൻ കഴിയും. സ്തോത്രം. ഇനി യാക്കോബായി തുടരാൻ എനിക്ക് മനസ്സില്ല, നിന്ദാപാത്രമായി തുടരാൻ എനിക്ക് മനസ്സില്ല. തമ്പുരാൻ പറഞ്ഞു, ഉഷസുദിക്കുന്നു, എന്നെ വിടുക. ഉഷസുദിക്കുന്നു, എന്നെ വിടുക. യാക്കോബിന്റെ മറുപടി, ഉഷസുദിക്കുന്നതോ ഉച്ചയാകുന്നോ നേരെ വിരട്ടുന്നോ എന്റെ വിഷയമല്ല, എനിക്ക് വിടുതൽ ലഭിച്ചേ മതിയാകൂ. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നേടാൻ വേണ്ടി വരുന്നവർക്ക് സമയം അല്പം കൂടിപ്പോയി എന്നുള്ളത് ഒരു പ്രശ്നമല്ല കേട്ടോ. അവര് പരാതിയൊന്നും പറയത്തില്ല. ദൈവസന്നിധിയിലിരിക്കും. കർത്താവ് അനുഗ്രഹിച്ചു എന്ന് ബോധ്യമാകും വരെ, കർത്താവിന്റെ കരം അവരുടെ നെറുകയിൽ വീഴുന്നതുവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിൽ നിറയുന്നതുവരെ, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചു എന്ന് ബോധ്യമാകുന്നതുവരെ, ആമേൻ ആമേൻ, ദുഷ്ടന്റെ കെട്ടുകളെ അറുത്തുമാറ്റിയെന്ന് ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ ഹല്ലേലൂയ പൂർണ്ണ ബോധ്യം വരുന്നതുവരെ അവർ ദൈവപാദപീഠത്തിൽ വീണ് കിടന്ന് ആമേൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ രക്തത്താൽ ജയം. യാക്കോബിന്റെ ആമേൻ ദൃഢനിശ്ചയം, യാക്കോബിന്റെ തീരുമാനം, ഇന്നു രാത്രി ഞാൻ എന്റെ വിധിയെ മാറ്റിയെഴുതിയ ശേഷമേ എന്റെ ദൈവത്തെ വിടുകയുള്ളൂ. കുഞ്ഞേ, നീ ഇനി മുതൽ യാക്കോബല്ല, നാട്ടുകാർ വിളിച്ചാക്ഷേപിച്ച യാക്കോബല്ല, ഉപായിയല്ല, പരാജിതനല്ല, നിന്ദിതനല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രഭുവത്രേ. അതേ ദൈവവൈതല്ലേ, നിന്റെ വിധിയെ മാറ്റിയെഴുതാൻ കഴിയുന്ന കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. പത്രോസിനെ നോക്ക്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28-29 വാക്യം. വേഗത്തിൽ നമുക്കതോടെ ചിന്തിച്ച് അവസാനിപ്പിക്കാം. അവൻ മുഖവനായ പത്രോസ് തീരുമാനിച്ചെന്റെ വിധിയെ മാറ്റി എഴുതണം. എന്നും ഗലീല കടലിൽ മുങ്ങിപ്പൊങ്ങിയ ചരിത്രമേ അവനുള്ളൂ. എന്നും താൻ ഒരു പരാജയമായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും തന്നെ കിട്ടാത്ത എത്രയെത്ര നാളുകൾ, സ്വന്തമായ ഒരു വീട് പോലുമില്ലാത്തവൻ, ഭാര്യ വീട്ടിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നവൻ, കരം കൊടുക്കാൻ പോലും 2 കാശില്ലാത്തവൻ, ഒന്നിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്തവൻ, ശീമോൻ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന പ്രകൃതം. ഇല്ല, ഇനി എനിക്കങ്ങനെ തുടരാനാവില്ല. ഞാൻ എന്റെ വിധിയെ മാറ്റി എഴുതാൻ തീരുമാനിക്കുകയാണ്. കർത്താവേ, നീയാകുന്നെങ്കിൽ എനിക്കും ഈ കടലിൽ നടക്കണം. ഇതുവരെ ഇക്കാലമത്രയും എന്നെ പരാജയപ്പെടുത്തിയ, എന്നെ മുക്കിക്കൊണ്ടിരുന്ന ആമേൻ ഈ ഗലീല കടലിൽ എനിക്കൊന്ന് ജയിക്കണം. സ്തോത്രം. എന്നെ പരിഹാസ വിഷയമാക്കിയ സ്ഥാനത്ത് ഈ കടലിൽ, ഈ അലകടലിൽ, ഈ അലറിമറിയുന്ന കടലിൽ എനിക്കൊന്ന് ജയിക്കണം. യേശു പറഞ്ഞു, വരിക, കം, വരിക. പത്രോസ് ഇറങ്ങാൻ നേരം സകല പുള്ളികളും തടസ്സം പറഞ്ഞു കാണും. എടുത്തിയാട്ടം ദോഷമല്ല പത്രോസ്, ആമേൻ, നിനക്കത് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യമല്ലേ. പക്ഷേ പത്രോസ് ന്യായവാദമൊന്നും അംഗീകരിക്കാൻ നിന്നില്ല, ഒന്നും തിരിച്ചു പറയാൻ നിന്നില്ല. അവൻ കടലിൽ നടന്നു നീങ്ങി. കുറ്റം പറഞ്ഞവർ നോക്കി നിൽക്കെ അവൻ അലകടലിനു മീതെ, അലറിമറിയുന്ന കടലിനു മീതെ നടന്നു. യേശുവിന്റെ കയ്യെത്തുന്ന ദൂരത്ത് വരെ അവൻ നടന്നു നീങ്ങി. എങ്ങനെ പത്രോസിന് ഇത് സാധിച്ചു? കുഞ്ഞുങ്ങളെ, അവൻ വെള്ളത്തിലല്ല, വരികയെന്ന യേശുവിന്റെ വാക്കിലാണ് ചവിട്ടി നടന്നത്. കർത്താവിന്റെ വാക്ക് കെട്ടിറങ്ങിയാൽ നീ മുങ്ങിപ്പോകത്തില്ല കേട്ടോ മക്കളെ. കർത്താവിന്റെ കൈയെത്തുന്ന അടുത്തുവരവൻ നടന്നു. അവിശ്വാസം അവനെ താഴ്ത്താൻ നോക്കി, വിളിച്ചിറക്കിയവൻ കൈ നീട്ടിയവനെ പിടിച്ചു. സ്തോത്രം. കർത്താവിന്റെ വിളി കിട്ടിറങ്ങിയ ദൈവത്തിന്റെ പൈതലെ, നീ താണുപോകാൻ അവൻ ദൈവം അനുവദിക്കത്തില്ല. ആഴങ്ങളിൽ നിന്നെ പിടിച്ചുയർത്താൻ മഹാദൈവത്തിന്റെ കരുണയുടെ കരം, ബലമുള്ള കരം, കൃപയുടെ കരം നിന്നെ തേടി വരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്റെ അത്ഭുതം അതല്ല, ഈ വെള്ളത്തിന്റെ മേലെ നടന്നിട്ടും മുങ്ങാൻ തുടങ്ങിയിട്ടും എന്തേ പത്രോസ് നീന്താൻ ശ്രമിച്ചില്ല? നീന്താൻ അറിയാത്തവരാണെങ്കിൽ പോലും മുങ്ങിത്താഴാൻ ശ്രമിച്ചാൽ നീന്താൻ ശ്രമിക്കും. പത്രോസ് നീന്താൻ മിടുക്കനുമാണ്, പോരാ മുങ്ങൽ വിദഗ്ധനാണ്. ഒരിക്കൽ കർത്താവ് വന്നപ്പോൾ നഗ്നനാകിയാൽ കടലിൽ ചാടിയവനാണ്. ഇപ്പോ മുങ്ങാൻ നേരം എന്താ നീന്താൻ ശ്രമിക്കാഞ്ഞത്? പത്രോസ് പറയും, എനിക്ക് ഇനി എന്റെ കഴിവിൽ ആശ്രയിക്കേണ്ട, എനിക്ക് എന്റെ വിധിയെ മാറ്റി എഴുതണം. എനിക്കിനി എന്റെ കഴിവിലല്ല, ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ഞാൻ ഇനി എന്റെ കഴിവിൽ കരകയറാൻ നോക്കിയാൽ നടക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ തമ്പുരാൻ കരം പിടിച്ചാൽ മതി. വിശ്വാസവീരന്മാർക്ക് കഴിയാത്തത് അല്പവിശ്വാസിക്കു സാധിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, അരുമനാഥനായ കർത്താവ് ഈ പുലരിയിൽ നിന്റെ തൊട്ടരികിലും വന്നിട്ടുണ്ട്. നിന്റെ തീരുമാനം, ആമേൻ, നിന്റെ ദൃഢനിശ്ചയം, നിന്റെ ചുവടുവെപ്പ്, സ്തോത്രം, നിന്റെ വിശ്വാസം, ആമേൻ, നിന്റെ വിധിയെ മാറ്റിയെഴുതും.
ഇതുവരെയും പരാജയമായിരുന്നുവോ? ഇതുവരെയും നിന്നാവിഷയമായിരുന്നുവോ? ഇതുവരെയും നീ മറ്റുള്ളവരുടെ കൂത്തുകാഴ്ചയായിരുന്നുവോ? ആമേൻ. ഇന്ന് പുലരിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ പറയുന്നു, കർത്താവ് നിന്റെ തൊട്ടരികിലുണ്ട് മക്കളെ. നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ നിന്റെ വിഷയത്തിന് പരിഹാരം വരും. ഈ ക്രിസ്തുവിനെ ഒന്ന് വട്ടം പിടിച്ചിട്ട്, യേശുവേ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയാൻ എത്ര പേർ തയ്യാറാകും? വിശ്വാസത്താൽ, സമർപ്പണത്താൽ, ആമേൻ, ദൃഢനിശ്ചയത്താൽ നിന്റെ വിധിയെ മാറ്റി എഴുതാം. ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവ് നിന്റെ വിധിയെ